എന്ത് വലിയ മണ്ടത്തരം ചെയ്യുന്നു അല്ലേ? ഇനി വീട്ടിൽ തന്നെ പരസ്പരം വഴക്കിടുക അല്ലെ, ഒരാളെ തരം താഴ്ത്തി കിട്ടുക, അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അയാളെ അടിച്ചമർത്താൻ ശ്രമിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നെഗറ്റീവായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് തിരിച്ച് നമുക്കും വരും. എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രശ്നം കൂടും. അപ്പൊ പകരം നമ്മൾ എന്ത് വേണം ചിന്തിക്കാൻ? ആരെങ്ങനെയുള്ളവരാകട്ടെ, അറിവില്ലാത്തതുകൊണ്ടാണ്, മുമ്പ് പറഞ്ഞ ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ഇവരൊരു പാഠം പഠിക്കട്ടെ. രോഗിയെ കണ്ടിട്ട് ഡോക്ടറിനും കൂടെ രോഗം പിടിച്ചാലോ? ഡോക്ടർ എന്ത് ചെയ്യണം? ഇയാള് രോഗിയല്ലേ, ചികിത്സിക്കണം അല്ലെ. ഡോക്ടറെ പേടിക്കരുത് അല്ലെ. ഡോക്ടറിന് രോഗം വരില്ല. ഡോക്ടറിന്റെ വീട്ടിൽ കരുണ വരണം, ദയ കാണിക്കണം. അപ്പൊ അതേപോലെ നമ്മളും മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ, ഇളക്കങ്ങൾ കാണിക്കുമ്പോൾ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശുഭം മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. കാരണം ഞാൻ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കും, അതിന്റെ ഫലവും കിട്ടും. അപ്പൊ അവർക്ക് മോശം വരട്ടെ ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടാകും. പക്ഷെ തീർച്ചയായും എനിക്ക് ഫലം കിട്ടും. അതെന്ത് ഫലമായിരിക്കും? എനിക്കും കുഴപ്പം. പകരം നമുക്ക് എത്ര പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിട്ട് നല്ലത് വരട്ടെ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മൾ നല്ലതായി ചില വലിയ ആളായി മാറി നമ്മള്. അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ അനുഗ്രഹം കിട്ടും? നമുക്ക് ഗുരുക്കന്മാരുടെ എല്ലാം അനുഗ്രഹം കിട്ടും, ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, പ്രപഞ്ചം അനുകൂലമാകും. നല്ലതിന്റെ കൂടെ മാത്രമേ പ്രപഞ്ചം കൂട്ടുനിൽക്കൂ, തിന്മയുടെ കൂടെ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അവർക്ക് തോന്നും അല്ലെ, ഞാനാണ് ജയിച്ചു പൊക്കോണ്ടിരിക്കുന്നത്. ഇല്ല, തിരിച്ചടി വരും നമുക്ക്. അതുകൊണ്ട് അത്ര ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്.